വാർത്തകൾ വിശദമായി. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ വൻ തീപിടുത്തം. മൂന്നാർ നല്ലതണ്ടി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് വൈകുന്നേരത്തോടെ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പഞ്ചായത്തിന്റെ മാലിന്യവുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ മുഴുവൻ കത്തിനശിച്ചു. ഹൈഡ്രോളിക് ഉപകരണം ഉൾപ്പെടെ. ഇപ്പൊ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയത് സോളാറിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതിലുണ്ടായ തീയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സാങ്കേതിക വിദഗ്ധരെ കൊണ്ടും പോലീസിൽ പരാതിപ്പെട്ട് ബാക്കിയുള്ള തുടരന്വേഷണം നടത്തുകയും തീ കെടുത്താനായിട്ടുള്ള ശ്രമം നടത്തി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു തീപിടുത്തം ഉണ്ടായത്? ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും പരിക്കെന്തെങ്കിലും പറ്റിയ സാഹചര്യമുണ്ടോ? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയോ? അരുണിമ, വൈകുന്നേരം 5 മണിയോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഇവിടെയുണ്ടായ ജീവനക്കാരാണ് പിന്നീട് പഞ്ചായത്തിനെ വിവരം അറിയിക്കുന്നത്. ഫയർഫോഴ്സിനെ ഉടനെ തന്നെ വിവരം അറിയിച്ചു. പക്ഷേ തീ നിയന്ത്രണം വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നിരവധി ഈ തരംതിരിച്ച പ്ലാസ്റ്റിക്കുകൾ കെട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ തീ കയറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തീപിടുത്തം തന്നെയാണ് പറയേണ്ടത്. കാരണം മാലിന്യ പ്ലാന്റിലേക്ക് തീ കടന്നു. ഈ മാലിന്യ പ്ലാന്റിന്റെ പുറത്ത് നിരവധി വേസ്റ്റുകൾ തരംതിരിക്കാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ഈ തീ ആളിക്കത്തുകയായിരുന്നു. ഏതായാലും ഈ തീ ഇപ്പോൾ നിയന്ത്രണവിധമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം മൂന്നാറിലെ ആദ്യം ഇവിടെ എത്തിയത് മൂന്നാറിലെ അഗ്നിരക്ഷാസേനയാണ്. പിന്നീട് ഇവിടുന്ന് അടിമാലി, അതോടൊപ്പം തന്നെ രാജക്കാട് തുടങ്ങിയവിടങ്ങളിലെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയിട്ടുണ്ടോ. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇതിന് സമയമായി തന്നെ വലിയ രീതിയിലുള്ള വനമുണ്ട്. ഈ വനത്തിലേക്ക് തീ പടർന്നാൽ അത് വലിയ രീതിയിലേക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ഏതായാലും വലിയ ഒരു നാട്ടുകാരെല്ലാം തന്നെ, എവിടെയുള്ള നാട്ടുകാരും തൊഴിലാളികളെല്ലാം ചേർന്ന് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിനുള്ളിലെ സാധന സാമഗ്രികളെല്ലാം തന്നെ പൂർണ്ണമായി കത്തിനശിച്ചു. ഏതായാലും ലക്ഷങ്ങളുടെ ഒരു നാശനഷ്ടം ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രതികരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഈ ഇവിടെ സോളാർ വേലി, ഫെൻസിംഗ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു ഈ ഒരു തീപിടുത്തം ഉണ്ടായെന്നാണ് അദ്ദേഹം പ്രാഥമികമായി ഇപ്പൊ പറയുന്നത്. ഏതായാലും ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഏതായാലും ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പരിശോധനകളും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാകും. പോലീസിലെല്ലാം തന്നെ ഈ ഒരു പരാതി നൽകും. എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ഈ അഗ്നിരക്ഷാസേന കടന്നിരിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള പുകയാണ് ഇവിടുന്ന് വരുന്നത്. ഇതിന് സമീപമായി തന്നെ ITD, അതോടൊപ്പം തന്നെ ഇത് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കല്ലാർ എസ്റ്റേറ്റിലെ നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുണ്ട്. ഈ പുക ഇവർക്കൊരു ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു പുകയാണ് ഇവിടുത്തെ ഈ പ്ലാസ്റ്റിക് അടക്കം കത്തുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പുകപടലം തന്നെയാണ് ഇവിടുന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടും എവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നത്തെ അപേക്ഷിച്ച് തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ തൊഴിലാളികളും ഇവിടെ ഉണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും ഈ തീ അടുത്ത വനത്തിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമവും ഈ അഗ്നിരക്ഷാസേന കൈക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും രാത്രിയോടെ തീ അണയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് നമുക്ക് തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. എന്തായാലും അഗ്നിരക്ഷാ സേനയൊക്കെ എത്തി വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.